വെറും ഒരു സാധാരണ വസ്തുവല്ലാന്ന് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നതാണ്. വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ് ചിരട്ട. ആ ചിരട്ട വെറുതെ കളയാതെ നമ്മളുടെ അടുക്കളയിലെ ജോലികൾ വളരെ എളുപ്പമാക്കാൻ പറ്റിയ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നേക്കുന്നത്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മുടെ മുട്ട കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പൊരിക്കാനായിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ഒരു മുട്ട പൊട്ടിച്ചതിന് ശേഷം അടുത്ത മുട്ട പൊട്ടിച്ചപ്പോഴാണ് അത് കേടായിട്ട് കണ്ടത് കേട്ടോ. ഇതെല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. അപ്പോൾ ആ ഒരു മുട്ടയും ഉള്ളിയും പച്ചമുളകും ഉപ്പും എല്ലാം നമ്മൾ വെറുതെ കളയേണ്ടി വരും. ഒരെണ്ണം കൊള്ളില്ലാണ്ടായ പിന്നെ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ മുട്ട എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് നോക്കിയതിന് ശേഷം നമ്മളിപ്പോൾ കറിയിലാണ് ഒഴിക്കുന്നതെങ്കിലും കറി നമ്മൾ ഫുള്ള് ചീത്തായി പോവില്ലേ, ഇതുപോലെ ഒന്ന് ഇട്ട് നോക്കുക. താഴെ കിടക്കുകയാണെങ്കിൽ നല്ല മുട്ടയാണ്, അത് പൊങ്ങി കിടക്കുകയാണെങ്കിൽ അത് കേടാണ്, ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറിയിലേക്ക് 3 മുട്ട നല്ലതായിരിക്കും, 1 മുട്ടയായിരിക്കും ചീത്തായത്. അപ്പോൾ നമ്മൾ ആ ഫുള്ള് കറി വെറുതെ കളയേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്, വയറിനും നല്ലതാണ് കേട്ടോ. അറിയാതെയൊക്കെ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് വരും വയറിന്. അടുത്തതായിട്ട് നമ്മൾ ഏത് ധാന്യം നമ്മൾ മുളപ്പിക്കാനാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. അത് തുണിയിൽ കെട്ടി വെക്കണം അല്ലെങ്കിൽ ടിഷ്യൂവിൽ പൊതിഞ്ഞു വെക്കണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു 3 മണിക്കൂർ ഏത് ധാന്യമാണെങ്കിലും നമുക്ക് ഏതാണ് മുളപ്പിച്ചെടുക്കേണ്ടത്. ഇപ്പം ഞാൻ ചെറുപയറാണ് എടുത്തേക്കുന്നത്. ഇത് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർത്തി എടുത്തതാണ് കേട്ടോ. നമ്മൾ 3 മണിക്കൂർ അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ഇട്ടാലും മതി, സമയമില്ലെങ്കിൽ 3 മണിക്കൂർ. എന്നിട്ട് അതിലെ വെള്ളം ഫുള്ളായിട്ട് ഊറ്റിക്കളയാം. ഒരു തരി വെള്ളമില്ലാതെ അത് ഫുള്ളായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പയറ് ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും അത് ഈവണായിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് കാസ്ട്രോളാണ് കേട്ടോ. കാസ്ട്രോളിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ ഇതിന് മുമ്പും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ കാസ്ട്രോളിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കുഴി ഇങ്ങനെ മേളിൽ ഇടാതെ ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ അത് മുള വരാനായിട്ട് സാധിക്കും. അതെല്ലാം നമ്മൾ മേളിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവിഞ്ഞ പോലെ ആയിപ്പോകും. അത് ചെയ്യരുത്. നല്ലപോലെ പരത്തി വെച്ചതിന് ശേഷം ഒരു 3 മണിക്കൂർ മതി കേട്ടോ. ഒരു 3 മണിക്കൂർ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ശരിക്ക് നല്ല പോലെ മുള വന്നിട്ടുണ്ടാവും. 3 മണിക്കൂറോ അല്ലെങ്കിൽ രാത്രി ഇതുപോലെ വെച്ചിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നല്ല ശരിക്ക്, ഇത് രാവിലെയാണ് ഞാൻ എടുത്തത്, നോക്കിക്കേ നല്ല രീതിയിൽ ഇത് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടിൻ്റെ പൊടീൻ്റെ ഒപ്പം നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ പുട്ട് ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവും. ഒരു പപ്പടവും കൂടി മതി. നമ്മൾ ഇത് കുറേ എണ്ണയിട്ടൊന്നും താളിച്ചൊന്നും കഴിക്കരുത്. സാലഡിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പുട്ടുപൊടിയുടെ ഒപ്പം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവി കയറ്റി എടുത്ത് കഴിക്കാട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആകും. അടുത്തതായിട്ട് നമ്മൾ ചിരട്ട ഇതുപോലെ നല്ലതുപോലെ കഴുകി അകവും പുറവും ഒക്കെ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ല രീതിയിൽ ഇരിക്കാൻ അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തൈര് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ചിരട്ട മതി കേട്ടോ. നേരിയ ചൂട്, വളരെ അധികം ചൂടൊന്നും പാടില്ല, നേരിയ ചൂടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പച്ചമുളകിൻ്റെ തണ്ട് ഇട്ട് കൊടുത്താലും നമുക്ക് തൈര് നല്ല രീതിയിൽ ആകും. അല്ല നിങ്ങൾക്ക് അത് പറ്റില്ലെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ നമ്മളുടെ നമ്മൾ തൈര് തന്നെ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. രാത്രി ഇതുപോലെ ചെയ്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല തൈര് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് അധികം പുളിയില്ലാത്തതും എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈര് നമുക്കിവിടെ കിട്ടുന്നതാണ് കേട്ടോ. വളരെ ഹെൽത്തിയാണ്. നമുക്ക് ചിരട്ടയുടെ ഗുണങ്ങൾ, ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും വിശദമായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നല്ല തൈര് നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന്
ഇതൊന്ന് ചെയ്താൽ മതി. നല്ലപോലെ കഴുകി എടുക്കുക നമ്മളുടെ ചിരട്ട, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് കുട്ടികൾക്ക് നമ്മൾ ഇത് കൊടുത്തു വിട്ടാൽ അധികം പുളി ഉണ്ടാവില്ല, അവർക്ക് കഴിക്കാൻ ഇത് ഭയങ്കര പുളിയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തൈരാണ് കേട്ടോ ഇത്. പഞ്ചസാര ഇട്ട് കഴിച്ചാലും പുളിയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് നമുക്ക് ഈ ചിരട്ട കൊണ്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് വെളുത്തുള്ളി നമുക്ക് പെട്ടെന്ന് കുറച്ച് ആവശ്യമുണ്ട്, കുറച്ച് മതി, അധികം ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്ന ഇതിലുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ചീകി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി വേറെ ആയിട്ട് വരും. ആ ഒരു വെളുത്തുള്ളി മാത്രം ഗ്രേറ്റ് ചെയ്ത് താഴോട്ടും വരും കേട്ടോ. ഈ മേളിൽ അടിയുന്ന ആ ഒരു ഇത് തൊലിയാണ്, കണ്ടില്ലേ, താഴെ നമുക്ക് വെളുത്തുള്ളിയും കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു തൊലി കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. വളരെ ഉപകാരപ്രദമായ നല്ലൊരു ടിപ്പ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കുറച്ച് വെളുത്തുള്ളി വേണമെങ്കിൽ ഇതുപോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഇതായി കിട്ടും. മിക്സിയിൽ ചതക്കുക ഒന്നും വേണ്ട. നമ്മൾ കുറച്ച് ചിരട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങളൊന്ന് അത് കത്തിച്ചെടുക്കണം. ഞാനൊരു ചിരട്ട തന്നെ എടുത്തിട്ടുണ്ട്, അതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ വെളുത്തുള്ളിയുടെ ഈ ഒരു ഇത് കളയേണ്ട കാര്യമില്ല, വളരെ നല്ലതാണ്. ഈ മഴക്കാലത്ത് നമുക്ക് ചെറിയ പ്രാണികളും അതുപോലെ കൊതുകിൻ്റെ ശല്യം വളരെ അധികമാണ് അല്ലേ. ഈ മഴക്കാലത്ത് പകലാണെങ്കിലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അതുപോലെ കൊതുകുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് നമ്മൾ അടുക്കളയിൽ 2-3 വെളുത്തുള്ളി രാവിലെ ഉലിക്കുന്നത് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ കണലാക്കിയിട്ടുണ്ട് നമ്മളുടെ ചിരട്ട. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പ്രാണികളും കൊതുകിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല. ഇനി വെളുത്തുള്ളി കുറേ നമ്മൾക്ക് അത് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ചിരട്ടയിൽ ഇതുപോലെ വെച്ച് കുക്കർ നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. നമ്മൾ പ്രീഹീറ്റ് ചെയ്യാന്ന് പറയില്ല, അതുപോലെ പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് നമ്മൾ ഈ ഒരു ബൗളിൽ നമ്മൾ ചിരട്ട ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു 3-4 സെക്കൻഡ് നമ്മൾ പ്രീഹീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിൽ ഓൾറെഡി നല്ല ചൂടുണ്ട്. നേരിയ തീയിൽ ഒരു 3-4 മിനിറ്റ് വെക്കുക കേട്ടോ. വളരെ എളുപ്പത്തിലും വളരെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വെളുത്തുള്ളി വെന്തും പോവില്ല, എന്നാൽ അതിൽ നിന്നും തൊലി അടന്ന് ഇങ്ങനെ വിട്ട് കിട്ടാനും വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള, കണ്ടില്ലേ, നല്ല പോലെ തന്നെ അതിൽ നിന്നും ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി നമ്മൾ വർഷങ്ങളോളം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും യാതൊന്നും പറ്റില്ല. ഞാനതും കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വെളുത്തുള്ളി നമുക്ക് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ആ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അതിൽ നിന്ന് ഇങ്ങനെ ഒരു അടി കൊടുക്കുമ്പോഴത്തേക്ക് അത് ഫുൾ അടന്ന് വരും കേട്ടോ. ഇങ്ങനെ ഒന്ന് കുത്തിയാൽ മതി, അത് പെട്ടെന്ന് തന്നെ അത് ഓരോന്നും അടന്ന് വരും. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അടത്തി എടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ആ തൊലിയിൽ നിന്നും വെളുത്തുള്ളി വിട്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ ഇതൊന്ന് കൈ കൊണ്ട് അമർത്തുമ്പോൾ തന്നെ ആ ഒരു ഉണ്ട മൊത്തം ഇങ്ങനെ അടന്നു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ ഓണം ഇതൊക്കെ വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയുടെയൊക്കെ ആവശ്യം, വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വളരെ നല്ലതാണ്, ഹെൽത്തിനും വളരെ നല്ലതാണ് അല്ലേ. പക്ഷേ നമ്മൾ ഈ ഉലിക്കുന്ന മടിക്ക് വളരെ മടിയാണ് ഈ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു തൊലി നമുക്ക് കളയേണ്ട ആവശ്യമില്ല. വളരെ ഉപകാരപ്രദമായ നമുക്ക് കിച്ചൺ ടിപ്സുകൾ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മളുടെ ചെടികൾക്ക് ഇട്ട് കൊടുത്താലും നമ്മളുടെ മാവിൻ്റെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുത്താലും വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ധാന്യങ്ങളിൽ അരിയിലൊക്കെ പ്രാണി വരാതിരിക്കാനും ഇതിൻ്റെ തണ്ടും ആ ഒരു മൂട് ഭാഗവും ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. അതുപോലെ സവാള പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കാനായിട്ടും ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഇങ്ങനെ വെളുത്തുള്ളിയുടെ ഫസ്റ്റ് തൊലിയില്ല അത് എടുക്കാതെ അതിൻ്റെ പുറം തൊലികൾ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീവ് വഴിയില്ല. ഈ മഴക്കാലത്ത് പെട്ടെന്ന് ചീഞ്ഞു പോവില്ലേ, അത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വെളുത്തുള്ളി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നിലും വെള്ളത്തിൻ്റെ അംശം പാടില്ല.
നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രത്തിലും വെള്ളത്തിൻ്റെ അംശം പാടില്ല, മിക്സിയിലും വെള്ളം ഒരു തരി പാടില്ല. എന്നിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ നമ്മളുടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ചില്ലുകുപ്പിയിലാക്കി എടുത്ത് വെച്ചാൽ വർഷങ്ങളായാലും നമുക്ക് ആ ഒരു ടേസ്റ്റിനോ കളറിനോ വ്യത്യാസമില്ലാതെ നമുക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെതമ്പിലുള്ള മീനാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ മുറിക്കാനായിട്ട്. 10 മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ നഖം കൊണ്ട് നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ചെതമ്പൽ വളരെ പെട്ടെന്ന് പോകും. വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്. അതുപോലെ തെറിക്കാതിരിക്കാനും ഈ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ആ ചെതമ്പൽ നല്ലപോലെ കുതിർന്ന് കിട്ടും. ഇനി അത് നമുക്ക് പറ്റില്ല, കൈകൊണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചിരട്ട ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചിരണ്ടിയാൽ നമ്മളിങ്ങനെ ചീകി എടുത്താൽ പല സ്ഥലങ്ങൾ പല രീതിയിലാണ് പറയുന്നത് കേട്ടോ. നമുക്ക് കത്തിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെതമ്പലൊന്നും എവിടെയും തെറിക്കാതെ, എവിടെയും ഒരു തരി പോലും തെറിക്കാതെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ചെതമ്പിൽ ഇരിക്കും. കുറച്ച് നമ്മൾ വെള്ളത്തിലേക്കും പോകുന്നല്ലാണ്ട് ചുറ്റിനൊന്നും നമ്മളിങ്ങനെ ചീകുമ്പോൾ ചിരട്ടയുടെ ഉള്ളിൽ തന്നെ ഇരിക്കും. പിന്നെ കത്രിക എടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് തലയും വാലും അതിൻ്റെ ആ ഒരു ഉൾഭാഗവും ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചെറിയ ചെറിയ മീനുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ വലിയ മീനിൻ്റെയും ചെതമ്പലൊക്കെ ചീകി എടുക്കാനായിട്ട് വളരെ എളുപ്പം കഴിയും. ഈ ചിരട്ട കൊണ്ട് നല്ല നമുക്ക് ഒരു ബുദ്ധിമുട്ടും മീൻ മുറിക്കുമ്പോൾ ഉണ്ടാവില്ല. നമുക്ക് വളരെ മടിയായിട്ടുള്ള ഒരു ജോലിയാണ് ഈ ചെതമ്പലുള്ള മീൻ ക്ലീൻ ചെയ്യുക. ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നമ്മളുടെ മുരിങ്ങയില, അതുപോലെ മല്ലിയില, അതുപോലെ കറിവേപ്പില ഇവയെല്ലാം നമ്മൾ തണ്ടിൽ നിന്നും വേറിട്ടെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി നമ്മളുടെ മുരിങ്ങയില അല്ലേ. അപ്പോൾ ഈ ഒരു ചിരട്ടയിൽ വലിയ ഓട്ടയിടരുത് കേട്ടോ. ചെറിയൊരു ഓട്ടയിടാവുള്ളൂ. വലിയ ഓട്ടയിട്ടാൽ അത് കറക്റ്റായിട്ട് നമുക്ക് വരില്ല. ചെറിയ ഓട്ടയിട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നും ഇതുപോലെ വലിച്ചെടുത്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു മുരിങ്ങയിലയാണെങ്കിലും നമ്മളുടെ കറിവേപ്പിലാണെങ്കിലും നമ്മളുടെ മല്ലിയിലയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഉതിർത്തിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ ബുദ്ധിമുട്ടാണ് നമ്മളുടെ മുരിങ്ങയില. ആ ഇല എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കറിവേപ്പിലയിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു എന്താണ് പറയുക, മുരിങ്ങയിലാണെങ്കിലും നമ്മൾ കറിവേപ്പില നമ്മൾ രാവിലെ തന്നെ കുറച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ കഴുകുമ്പം അത് നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടാൻ ഇത്തിരി പാടാണല്ലേ. നമുക്കിങ്ങനെ കഴുകിയാലും അതിൻ്റെ ആ ഒരു അഴുക്ക് മൊത്തം പോകണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ ചിരട്ട, ഓട്ടയിട്ട ചിരട്ട വേണം. ആ ഓട്ടയിട്ട ചിരട്ടയിൽ തന്നെ നമുക്ക് ഇത് നല്ലതുപോലെ കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് കറിവേപ്പില മാത്രമല്ല, കുറച്ച് ഉള്ളി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലൊക്കെ നമുക്ക് കഴുകി എടുക്കാനായിട്ട് ഇതുപോലെ ഓട്ടയിട്ട ചിരട്ട കൊണ്ട് നമുക്ക് കഴുകി എടുത്തിട്ട് ഇതൊരു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലെ വെള്ളം മൊത്തം നമുക്ക് പോയി കിട്ടുകയും ചെയ്യും. നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അതിലുള്ള അഴുക്കുകൾ മൊത്തം. ഇപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ കറിവേപ്പില വേപ്പിൻ്റെ മരം ഉള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുമ്പോൾ മാത്രം പോയി പറിച്ചെടുക്കുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഗൾഫിലും പുറം രാജ്യങ്ങളിലും ഉള്ളവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടി കിട്ടുന്ന ഒരു സാധനമായിരിക്കും കറിവേപ്പില. അപ്പോൾ അത് നമുക്ക് വർഷങ്ങളായാലും അത് ചീത്താകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഇതുപോലൊരു കോട്ടൺ തുണി എടുത്തിട്ട്, നല്ല നീറ്റായിട്ടുള്ളൊരു കോട്ടൺ തുണി എടുക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മൊത്തം നമ്മളിത് കളയാം കേട്ടോ. നമുക്ക് കൂടുതലൊക്കെ കറിവേപ്പില കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് വെച്ചാൽ എത്ര കാലമായാലും അതിൻ്റെ ഫ്രഷ്നെസ് പോവില്ല. എന്നിട്ട് നല്ലതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ ഇട്ട് അതിൻ്റെ മേളിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര കാലമായാലും അത് യാതൊരു കേടും വരില്ല കേട്ടോ. ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ടൈം നല്ലൊരു